ഗൾഫ് മേഖല ആകെ മൊത്തത്തിൽ വഷളാവുകയാണ്. അവിടെ യുദ്ധം രൂക്ഷമാകുകയാണ്. പ്രവാസികൾ അടക്കമുള്ള മലയാളികൾക്ക് വലിയ ആശങ്കയുണ്ടാവുകയാണ്. യുദ്ധം അതികഠിനമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ UAE-യിലേക്ക് ഇറാൻ തൊടുത്തുവിട്ട മിസൈൽ പ്രഹരമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയെ വീണ്ടും വലിയൊരു ഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നത്. ഗൾഫ് മേഖലയെ മുനമ്പിൽ നിർത്തിക്കൊണ്ട് UAE-യുടെ ആകാശത്ത് ചാര വിമാനങ്ങൾ വട്ടമിട്ട് പറക്കുകയാണ് എന്നുള്ള സൂചനകളൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും അത്തരം വാർത്തകളും സൂചനകളും വരുന്നത് ഗൾഫ് മേഖലയ്ക്ക് അത്ര നല്ലതല്ല. മാത്രമല്ല, ഗൾഫ് മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രതിസന്ധിയുള്ള ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ഹോർമുസ് അടഞ്ഞു കിടക്കുന്നതും അവർക്ക് വലിയ രീതിയിലുള്ള ജനജീവിതത്തെയൊക്കെ അത് വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഇറാന്റെ മിസൈലുകൾ അവിടെ വട്ടമിട്ട് പറക്കുന്നതായിട്ടുള്ള വാർത്തകളൊക്കെ വരുന്നത്. ഏതായാലും അത്തരം വാർത്തകളും സൂചനകളും ഒക്കെ വരുമ്പോൾ ഗൾഫ് മേഖലയിൽ നമുക്കറിയാം, മലയാളികളടക്കം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പ്രവാസികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവർക്കൊക്കെ വലിയ രീതിയിലുള്ളൊരു തിരിച്ചടിയാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ പറയുന്ന യുദ്ധം അവരുടെ ജോലിയെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ തിരിച്ചു വരേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക UAE-യിൽ നിലനിൽക്കുകയാണ്. ലോകത്തെ വിറപ്പിക്കുന്ന ഇറാന്റെ മിസൈൽ കരുത്തിന് മുന്നിൽ UAE എങ്ങനെ പ്രതിരോധം തീർക്കുന്നു എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും മിഡിൽ ഈസ്റ്റിനെ യുദ്ധക്കളമാക്കുന്ന ആ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഗൾഫ് മേഖലയിൽ നിലനിൽക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള യുദ്ധ സാഹചര്യത്തിൽ UAE-യുടെ ആകാശത്ത് നിരീക്ഷണ ചാര വിമാനങ്ങൾ സജീവമാണെന്നും ഇറാന്റെ മിസൈൽ കരുത്ത് UAE-ക്ക് വലിയ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് എന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് UAE-യിലെ ദുബായ്, അബുദാബി, ഫുജൈറ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് വ്യോമാക്രമണം നടത്തിയിരുന്നു. ഇറാന്റെ മിസൈൽ പ്രഹരശേഷി ഗൾഫ് മേഖലയിലാകെ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മാത്രമല്ല, തങ്ങളുടെ പ്രതിരോധ ശേഷി ഉപയോഗിച്ച് അതിനെ നേരിടാനാണ് UAE പലതവണ ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിൽ വീണ്ടും ആ ഒരു പ്രതിരോധ ശേഷി നടക്കുമ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതാണ് ചാര വിമാനങ്ങൾ അവിടെ ചുറ്റിപ്പറക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ വാർത്തകൾ വരുമ്പോൾ തന്നെ UAE-യുടെ സുരക്ഷ അവരുടെ കൈകളിൽ നിന്ന് ഇപ്പോൾ ഏകദേശം തെന്നി മാറിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ യുദ്ധ സാഹചര്യം കൂടുതൽ വഷളാകാൻ സാധ്യതയുണ്ട് എന്നാണ് പ്രതിരോധ വിദഗ്ധർ ഇതിനെ വിലയിരുത്തുന്നത്. നമുക്കറിയാം, ഗൾഫ് മേഖലയിലെ ആകാശം ഇപ്പോൾ പുകപടലങ്ങളാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. നയതന്ത്രത്തിന്റെ മധുര ഭാഷണങ്ങൾ അവസാനിക്കുകയും യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമായിട്ട് മാറിയിരിക്കുകയാണ്. ഇറാൻ എന്ന കരുത്തുറ്റ ശക്തി തങ്ങളുടെ തൊട്ടടുത്ത അയൽരാജ്യമായിട്ടുള്ള UAE-നെ ഒരു ശത്രു താവളമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അയൽക്കാർ എന്ന ലേബൽ ഇനിയില്ല, പകരം അത് ശത്രു താവളം എന്നാണ് ഇറാനിയൻ പാർലമെന്റ് അംഗം അലി ഖ്രൈസന്റെ വാക്കുകൾ പറയുന്നത്. എന്തായാലും കേവലം ഇതൊരു മുന്നറിയിപ്പ് കൂടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ വിളംബരമാണ്. എന്തുകൊണ്ടാണ് ഇറാൻ ഇത്രത്തോളം പ്രകോപിതരാകുന്നത് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാകും. സത്യത്തിൽ സൗഹൃദത്തിന്റെ പാതയിൽ നിന്ന് UAE എങ്ങനെയാണ് ഇറാന്റെ മിസൈൽ ലക്ഷ്യങ്ങളുടെ മുൻനിരയിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, അതായത് ഇറാന്റെ പ്രകോപനത്തിന് പിന്നിലെ പ്രധാന കാരണം എന്ന് പറയുന്നത് 2020 ഒപ്പിട്ട അബ്രഹാം കരാറാണ്. ഇസ്രയേലുമായിട്ട് UAE കൈകോർത്ത നിമിഷം മുതൽ ഇറാൻ ഇത് തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ട് കണക്കാക്കിയിരുന്നു. ഇസ്രയേലിന്റെ ആധുനിക റഡാറുകളും അയൺ ഡോം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും UAE-യുടെ മണ്ണിൽ സ്ഥാപിക്കപ്പെട്ടത് ഇറാന്റെ ചാരത്തുള്ള ഒരു ശത്രുക്കണ്ണിയായാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. അയൺ ഡോം ബാറ്ററികളും അവ പ്രവർത്തിപ്പിക്കാൻ ഡസൻ കണക്കിന് ഇസ്രയേലി സൈനികരും UAE-യിൽ എത്തിയത് ഇറാന്റെ പരമാധികാരത്തിന് നേരെ ഉയർത്തുന്ന വെല്ലുവിളിയാണെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസ് വിശ്വസിച്ചിരുന്നു. ഇസ്രയേലിന്റെ ആയുധ നിർമ്മാതാക്കളായിട്ടുള്ള എൽബിറ്റ് സിസ്റ്റംസ് UAE-യിൽ പ്രവർത്തനം ആരംഭിച്ചതും രഹസ്യ അന്വേഷണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതും ഇറാന്റെ ക്ഷമ നശിപ്പിച്ചിരുന്നു. എന്തായാലും ആ ഒരു കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇനി UAE-യുടെ മണ്ണിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വലിയ തലവേദനയായിരുന്നു. അബുദാബിക്ക് പുറത്തുള്ള അൽഫദ്ര എയർബേസ് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇവിടെയുള്ള നൂതന ഡ്രോണുകളും യുദ്ധവിമാനങ്ങളും ഇറാന്റെ സൈനിക നീക്കങ്ങളെ തത്സമയം നിരീക്ഷിക്കുന്നുണ്ട്. ഏപ്രിൽ ഹോർമുസ് കടലിടുക്കിലുണ്ടായ വെടിവെപ്പിന് പിന്നാലെ ഈ ഒരു അമേരിക്കൻ താവളങ്ങൾ തങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നു എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് ഖദം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് കർശന മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ രാജ്യത്തെ അമേരിക്കക്കാരുടെയും സയനിസ്റ്റുകളുടെയും ഗുഹയാക്കി മാറ്റരുത് എന്ന് ഇറാൻ പറഞ്ഞത്. എന്തായാലും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഇറാനിയൻ മണ്ണിലെ പല സ്ഫോടനങ്ങൾക്കും പിന്നിൽ UAE-യുടെ വിരലടയാളമുണ്ട് എന്ന് ഇറാൻ ഇപ്പോൾ ആരോപിക്കുന്നുണ്ട്.
കേശൻ ദ്വീപിലെ ജല ശുദ്ധീകരണ കേന്ദ്രത്തിന് നേരെ നടന്ന വ്യോമാക്രമണം UAE വിമാനങ്ങളാണ് നടത്തിയത് എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. കൂടാതെ ലവാനിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്കും സിറിയയിലെ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളിൽ UAEയുടെ ഫ്രഞ്ച് നിർമ്മിത മിറാഷ് 2009 എന്ന് പറയുന്ന വിമാനങ്ങൾ പങ്കെടുത്തതായിട്ട് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ തെളിവുകൾ സഹിതം പുറത്തുവിട്ടിരുന്നു. UAEയുടെ F-60 വിമാനങ്ങൾ തങ്ങളുടെ അടയാളങ്ങൾ മായ്ച്ചുകൊണ്ട് സിറിയൻ ആകാശം മറ്റും പ്രത്യക്ഷപ്പെടുന്നത് തങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഗൂഢനീക്കമാണെന്നാണ് ഇറാൻ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ടാണ് ഇറാന് UAEയിലേക്ക് ഒരു ആക്രമണം നടത്തുന്നതും അവരോട് ഇച്ചിരി രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത്. അത് ഇപ്പോൾ തന്നെയല്ല, അത് ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇറാൻ UAEയിലേക്ക് നേരിട്ടൊരു ആക്രമണം നടത്തുന്നതും അവിടെ ഈ പറയുന്ന ചാര വിമാനങ്ങൾ പറത്തുന്നതും. എന്തായാലും ഇറാന്റെ ഏറ്റവും വലിയ ആയുധം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അവരുടെ സ്ഥാനമാണ്. ലോകത്തിന്റെ ഊർജ്ജ ഞരമ്പായിട്ടുള്ള ഹോർമുസ് കടലിടുക്കിന്റെ താക്കോൽ ഇറാന്റെ കൈവശമാണുള്ളത്. UAEയുടെ നിർണായക തുറമുഖമായിട്ടുള്ള ഫുജൈറ ഇറാന്റെ നാവിക പരിധിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫുജൈറയിലേക്കോ അവിടെ നിന്നോ പോകുന്ന ഏതൊരു കപ്പലും തങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് IRGC പ്രഖ്യാപിച്ചതോടെ UAEയുടെ സാമ്പത്തിക സുരക്ഷിതത്വം വലിയ ചോദ്യചിഹ്നമായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ഇനി ഇറാന്റെ മിസൈൽ കരുത്ത് ലോകത്തിന് അറിയാവുന്നതാണ്. ബഹ്റിനിലെ ജുഫൈർ ബേസിലേക്ക് ഇറാൻ തൊടുത്ത പ്രിസിഷൻ ഗൈഡ്സ് മിസൈലുകൾ അവരുടെ കൃത്യതയുടെ തെളിവാണ്. UAEക്കെതിരെ ഇറാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളും മിസൈലുകളും കേവലം ആയുധങ്ങളല്ല, മറിച്ച് അത് അല്ലെങ്കിൽ ആ മേഖലയിലെ മേധാവിത്വം ഉറപ്പിക്കാനുള്ള അവരുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൂടിയാണ്. എന്തായാലും വെറും ഒരു യുദ്ധമല്ല, മിസൈലുകളിൽ അത് ഒതുങ്ങുന്നില്ല. വർഷങ്ങളായിട്ട് ഇറാൻ തങ്ങളുടെ ഇറക്കുമതിക്കായിട്ട് UAE തുറമുഖങ്ങളെയാണ് പ്രധാനമായിട്ടും ആശ്രയിച്ചിരുന്നത്. എന്നാൽ ഈ ബന്ധം വഷളായതോടെ ഇറാനികൾക്കുള്ള വിസകൾ നിർത്തലാക്കുകയും ഇറാനിയൻ ബിസിനസ്സുകൾ അടച്ചുപൂട്ടുകയും ചെയ്തതുകൊണ്ട് UAE തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് പാകിസ്ഥാൻ, ഇറാഖ്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലൂടെ പുതിയ കരാർ മാർഗങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. തങ്ങളുടെ സമ്പത്തും ആയുധങ്ങൾക്കും ആണവ പദ്ധതികൾക്കും വേണ്ടി ഇറാൻ നശിപ്പിക്കുന്നു എന്ന UAE മന്ത്രി റഹീം അൽ ഷാഹിമിയുടെ വിമർശനം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുന്നതാണ്. എന്തായാലും 1971 മുതൽ ഇറാൻ നിയന്ത്രിക്കുന്ന അബു മൂസ, ഗ്രേറ്റർ തുൻബ്, ലെസർ തുൻബ് എന്നീ ദ്വീപുകൾ ഇന്നും ഇരു രാജ്യങ്ങൾക്കിടയിലെ കത്തുന്ന കനലാണ്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം കൈപ്പിടിയിൽ ഒതുക്കാൻ ഈ ദ്വീപുകൾ ഇറാനെ സഹായിക്കുന്നുണ്ട്. ഈ ദ്വീപുകളുടെ മേലുള്ള അവകാശവാദം UAE വീണ്ടും ശക്തമാക്കുന്നത് ഇറാന്റെ പ്രകോപനം ഇരട്ടിപ്പിക്കുകയാണ്. ഇറാൻ ഇന്ന് വെറുമൊരു രാജ്യമല്ല, മറിച്ച് പശ്ചിമേഷ്യയിലെ ഒരു പ്രതിരോധ അച്ചുതണ്ടിന്റെ കേന്ദ്രമായിട്ട് മാറുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ UAEയുമായിട്ട് ഇറാനുണ്ട്. ഏതായാലും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ UAE മുതിരുമ്പോൾ അത് തങ്ങളുടെ നാശത്തിനുള്ള വഴിയൊരുക്കലാണെന്നതാണ് ഇറാന്റെ പക്ഷം പറയുന്നത്. UAEക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ തുടക്കമോ അതോ നയതന്ത്രപരമായിട്ടുള്ള ഒരു പിൻവാങ്ങലിന് വഴിമാറുമോ എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. എന്നാൽ ഒന്നുറപ്പാണ്, പേർഷ്യൻ കടലിലെ ഓളങ്ങൾ ഇപ്പോൾ യുദ്ധത്തിന്റെ ഗന്ധം പേർന്നുണ്ട്. ഇറാന്റെ കരുത്തിനു മുന്നിൽ UAEയുടെ ആധുനിക ആയുധങ്ങൾ എത്രത്തോളം ഫലപ്രദമാകും എന്ന് ദിവസങ്ങൾ മാത്രം കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും UAE ഒരുപക്ഷെ ആക്രമിക്കുന്നത് ഈ ഒരു ഇറാൻ അമേരിക്ക യുദ്ധം കൊണ്ട് മാത്രമല്ല, അതൊരു നിമിത്തമായെന്നേ ഉള്ളൂ. അവർക്കിടയിലുള്ള, അതായത് UAEക്കും ഇറാനും ഇടയിലുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇറാന്റെ സുരക്ഷയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഈ പറയുന്ന UAE മുതിർന്നാൽ അതിനെതിരെ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടിയുമായിട്ട് തങ്ങൾ വരും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് ഈ പറയുന്ന ചാരക്കണ്ണുള്ള വിമാനങ്ങൾ എന്ന് പറയുന്നത്. എന്തായാലും ഈ ചാര വിമാനങ്ങൾ അല്ലെങ്കിൽ അവിടെ പറന്നുയരുമ്പോൾ UAEക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ഭീഷണി നേരിടുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല UAE സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയൊക്കെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമായിരിക്കും. UAEയിലേക്ക് ഈ സൈനിക താവളങ്ങളിലോ അവരുടെ മറ്റു കാര്യങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇറാന്റെ മിസൈൽ മഴ പെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആക്രമണം നടന്നു കഴിഞ്ഞാൽ അത് മൊത്തത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു യുദ്ധത്തിന് തുടക്കമാകും എന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും നമുക്കറിയാം, പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി പേരാണ് അവിടെ ജോലിക്കായിട്ട് പോയിട്ടുള്ളത്. ഗൾഫ് മേഖലയിൽ അടക്കം നിരവധി പേരുണ്ട്. അപ്പം ഈ ഒരു യുദ്ധം ഇങ്ങനെ അതികഠിനമായിട്ട് പോവുകയാണെങ്കിൽ പലരുടെയും ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ പലരും ജോലി നിർത്തി നാട്ടിൽ
നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരും. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവിടെ പ്രതിസന്ധിയാകുന്നത് ഫുഡും അതുപോലെ തന്നെ മരുന്നുമായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്ക് അടച്ചിട്ടത് കൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഗൾഫ് മേഖലയൊക്കെ ഈ ഫുഡിന് വേണ്ടി മാത്രം ആശ്രയിക്കുന്ന ഒരു കാര്യമാണ് ഈ ചരക്ക് കപ്പൽ എന്ന് പറയുന്നത്. കാരണം 80% ഫുഡാണ് അവർ ഈ ചരക്ക് കപ്പലിനെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മുടങ്ങി കിടക്കുമ്പോൾ അതിനിടയിലെ മരുന്നുകളും ഈ ഒരു മുടങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വലിയ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല ഇനി നേരിട്ടൊരു ആക്രമണം UAE നടക്കുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ പ്രശ്നങ്ങൾ വഷളാകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവാസികളൊക്കെ തിരിച്ച് മടങ്ങി വരേണ്ട ഒരവസ്ഥ വരും.